കൊടുക്കാം നമുക്ക്. ഇത് വെറും 85 രൂപയാണ് വരുന്നത്. 85,000 രൂപ കൊടുക്കാം. അതെ. വണ്ടി കണ്ടീഷൻ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? വേറെ ഒരു കുഴപ്പമില്ല. നമുക്ക് 80 രൂപയ്ക്ക് കൊടുക്കാം. 80,000 രൂപ. ഓക്കെ. ഇത് നെഗോഷ്യബിൾ ആണോ? അതെ അതെ. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇത് വരുമ്പം 2,10,000. 2,10,000 ആസ്കിംഗ് പ്രൈസ് അല്ലേ? അതെ. നെഗോഷ്യബിൾ ആണല്ലോ? അതെ. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇത് 1,15 വരുന്നത്. 1,15. അതെ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലേ? അതെ അതെ. വണ്ടി സിംഗിൾ ഓണർഷിപ്പ് 6,500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 6,500 കിലോമീറ്ററോ? അതെ അതെ. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ള ട്രൂ വാല്യൂവിലാണ്. നമ്മുടെ പോപ്പുലർ ട്രൂ വാല്യൂ മണ്ണന്തലിലാണ്. നല്ല വണ്ടികളുടെ കളക്ഷൻ ഉണ്ട്. അത്യാവശ്യം ലോ ബഡ്ജറ്റും അത്യാവശ്യം മിഡിൽ സെഗ്മെൻറ്റ് വണ്ടികളുടെ കളക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ട്രൂ വാല്യൂവിൻ്റെ പ്രത്യേകത അറിയാം, അത്യാവശ്യം വാറണ്ടിയുള്ള വണ്ടികളാണ്. അത് ഹൈ ക്വാളിറ്റി, അവരുടെ കുറേ ചെക്ക് പോയിൻ്റ് എല്ലാം കഴിഞ്ഞിട്ട് വരുന്ന വണ്ടികൾ. അപ്പം ക്വാളിറ്റി ഉണ്ടാവും, നല്ല വണ്ടികളായിരിക്കും. അതുപോയിട്ട് അവരുടെ വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ലൊക്കേഷൻ വരെ തിരുവനന്തപുരം മണ്ണന്തല. അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം, അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മുടെ അടുത്ത് വിഷ്ണു ഉണ്ട്. വിഷ്ണു, അത്യാവശ്യം നല്ല വണ്ടിയുടെ കളക്ഷൻ വന്നിട്ടുണ്ടല്ലേ? അതെ. ഇഷ്ടംപോലെ ബഡ്ജറ്റുകാരുടെ കളക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രൂ വാല്യൂയിൽ നിന്ന് എടുക്കുമ്പോൾ ഗുണങ്ങൾ പെട്ടെന്ന് ചുരുക്കി പറയാമോ? നമുക്ക് ട്രൂ വാല്യൂയിൽ നിന്ന് എടുക്കുമ്പോൾ ഗുണങ്ങളെന്ന് വെച്ചാൽ നമുക്ക് മാരേജ് വാറണ്ടി ഉണ്ട്. പിന്നെ വണ്ടി നമ്മൾ വർക്ക് ചെയ്തിട്ടേ കൊടുക്കത്തുള്ളൂ. പിന്നെ എടുക്കുന്ന വണ്ടി നമ്മൾ പേര് മാറി ഹൈപ്പോത്തിക്കേഷൻ നോട്ട് ചെയ്ത് കൊടുക്കും, ഫിനാൻസ് നോട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ. പിന്നെ ഫിനാൻസ് ഇട്ട് കൊടുക്കേണ്ടവർക്ക് ഫിനാൻസ് നമ്മൾ ചെയ്ത് കൊടുക്കും. അതുപോലെ വണ്ടിക്ക് വാറണ്ടി വരുന്നുണ്ട്, മാരേജ് വാറണ്ടി വരുന്നുണ്ട്. അതായത് നമുക്ക് 7 വർഷം പഴക്കമുള്ള വണ്ടികൾക്ക് 6 മാസവും 3 ഫ്രീ സർവീസാണ് വരുന്നത്. പിന്നെ 4 വർഷം പഴക്കമുള്ളതിന് 1 വർഷം 3 ഫ്രീ സർവീസോ അങ്ങനെയാണ് വരുന്നത് നമുക്ക്. ഓക്കെ. പിന്നെ നമ്മൾ വണ്ടി എടുക്കുമ്പോഴേ നിങ്ങളുടെ ചെക്കിംഗ് പോയിന്റ് 376 ചെക്ക് പോയിന്റ്സ് ആണ് വരുന്നത് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത്. ട്രസ്റ്റഡ് വണ്ടികളായിരിക്കും. അതെ അതെ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫിനാൻസ് ഏത് വർഷം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫിനാൻസ് നമുക്ക് 10 തൊട്ടുണ്ട്. 10 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതെ അതെ. വിഷ്ണു, ഫസ്റ്റ് വണ്ടി ഒരു ബഡ്ജറ്റ് കാര്യം തുടങ്ങാം അല്ലേ? അതെ സാർ. അപ്പോൾ എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് വന്നിട്ട് എസ്റ്റിലോ LXi 2008 മോഡലാണ്. 8 വണ്ടിയാണ്. അതെ. 2028 വരെ നമുക്ക് ടെസ്റ്റും ടാക്സും വരുന്നുണ്ട്. ഓക്കെ. പിന്നെ കിലോമീറ്റർ വന്നിട്ട് വെറും 64,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. 20 കിലോമീറ്റർ ആണോ? 20 കിലോമീറ്റർ ആണോ? അതെ അതെ, ജെനുവിനാണ്. ഓക്കെ. വണ്ടി നീറ്റാണ്, ഒരു മൈനൂർ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്, വേറെ ഡെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. വേറെ മേജർ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. ഓക്കെ. പിന്നെ LXi എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. 2 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC. പിന്നെ ടയറൊക്കെ അത്യാവശ്യം ആവറേജ് ടയർ വരുന്നുണ്ട്. സീറ്റ് ഫാബ്രിക് കിടക്കുന്നത് അല്ലേ? അതെ 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 അതെ. AC-യും 2 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ് എല്ലാം AC-യിലെ വർക്കിംഗ് ആണല്ലോ? അതെ അതെ അതെ. 2008 വണ്ടി, 64,000 കിലോമീറ്റർ അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ നമുക്ക് 28 പേപ്പർ വരുന്നുണ്ട്. KL01 ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ വണ്ടി. എത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? ഇത് വെറും 85 രൂപയാണ് വരുന്നത്. 85,000 കൊടുക്കാം. അതെ. വണ്ടി കണ്ടീഷൻ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? വേറെ ഒരു കുഴപ്പമില്ല. അപ്പോൾ അടുത്ത വണ്ടി ബഡ്ജറ്റുകാരാണ്, സാൻഡ്രോ. അതെ അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് വന്നിട്ട് 2006 മോഡൽ സാൻഡ്രോയാണ് വരുന്നത്. 26 വരെ പേപ്പർ ഉണ്ടല്ലേ? 26 വരെ പേപ്പർ ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി. ചെറിയ ടച്ച് ആൻഡ് പോളിഷിൻ്റെ ആവശ്യമുണ്ടല്ലേ? അതെ അതെ. ഓക്കെ. അപ്പം 26 ടെസ്റ്റ് വരുന്നുണ്ട്. അപ്പം ജസ്റ്റ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ടയർ കണ്ടീഷനിലും കുഴപ്പമില്ല, വലിയ ഡെൻറ്റോ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും ഇല്ല. എഞ്ചിൻ കണ്ടീഷൻ വരുന്നത് കിലോമീറ്റർ എത്രയായി ബ്രോൻ്റെ? കിലോമീറ്റർ 62 ഓടിയിട്ടുള്ളൂ. പവർ സ്റ്റിയറിംഗ് ഈസിയാണ് വരുന്നത്. 62 കിലോമീറ്റർ അല്ലേ? അതെ അതെ. 62 അവിടെ 62 ആണ് കാണിക്കുന്നത്. പിന്നെ 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. 2 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ്. അതെ. ഓക്കെ. അപ്പം 2006 സാൻഡ്രോ വണ്ടി കണ്ടീഷൻ വണ്ടിയാണ്, കുഴപ്പമൊന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ്, 62,000 കിലോമീറ്റർ. AC-യിലെ വർക്കിംഗ് ആണ്. അതെ. എത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് 80 രൂപയ്ക്ക് കൊടുക്കാം. 80,000 രൂപ. ഓക്കെ. ഇത് നെഗോഷ്യബിൾ ആണോ? അതെ അതെ. ഓക്കെ. ആൾട്ടോ 2011 മോഡൽ LXi ആണ്. അതെ അതെ. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ 71,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പവർ സ്റ്റിയറിംഗ്, AC വരുന്നു. പിന്നെ കസ്റ്റമർ അഡീഷണൽ സീറ്റ് കവർ എല്ലാം ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. ഓക്കെ. വണ്ടി പക്ഷേ നീറ്റാണ് കേട്ടോ, വേറെ സ്ക്രാച്ച് ഉടനൊന്നും ഇല്ല അല്ലേ? ഇല്ല ഇല്ല, മേജറായിട്ട് സ്ക്രാച്ചസ് ഉടനൊന്നും കാണുന്നില്ല. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. ഇവിടെ ചെറിയൊരു മൈനൂർ സ്ക്രാച്ചസ് ഉണ്ട്, അത്രേ ഉള്ളൂ. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? അതെ അതെ. ഓക്കെ. അത് വണ്ടിയുടെ കളറുമായിട്ട് മാച്ച് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതെ അതെ. ഓക്കെ. LXi ആകുമ്പോൾ AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, സ്റ്റീൽ ഇരിപ്പുണ്ട് പൈനിയറിൻ്റെ. അതെ അതെ. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് 1,15 വരുന്നത്. 1,15. അതെ. നെഗോഷ്യബിൾ ആണോ? അതെ, ചെറിയ രീതിയിൽ എന്തെങ്കിലും വേരിയേഷൻ. 2011 വണ്ടി 1,15 ചോദിക്കുന്നുണ്ട്, നെഗോഷ്യബിൾ ആണ് ചെറുതായിട്ട്. അതെ. അപ്പോൾ അടുത്ത വണ്ടി എസ്റ്റിലോനാണ്. 2011 വണ്ടിയാണ്. LXi ആണ് വേരിയന്റ്. ഇത് LXi തന്നെയാണ്. അതെ അതെ അതെ. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? ഓണർഷിപ്പ് വന്നിട്ട് സെക്കൻഡ് ആണ് വരുന്നത്. ഓക്കെ. കിലോമീറ്റർ ടയർ അത്യാവശ്യം 4 നല്ല ടയറാണ് കിടക്കുന്നത്. ഓക്കെ. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ വെറും 74,000 കിലോമീറ്റർ ഓടി. 74 കിലോമീറ്റർ. ഓക്കെ. ടയർ കണ്ടീഷനിലും കൊണ്ടാണല്ലേ? അതെ അതെ. വേറെ മേജർ റീപ്ലേസ്മെന്റ് ആക്സസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഒന്നുമില്ല, കണ്ടീഷൻ വണ്ടിയാണല്ലേ? അതെ അതെ. സീറ്റ് ഫാബ്രിക് ആണ്, നീറ്റ് കണ്ടീഷൻ ഇരിപ്പുണ്ട്. ഇന്ത്യയിലെ കണ്ടീഷൻ നീറ്റ് ആണല്ലേ? 2 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. അതെ. ഇത് AC എല്ലാം വർക്കിംഗ് ആണല്ലോ? അതെ അതെ. ഓക്കെ.
അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 1.45 വരുന്നത്. 1.45. അതെ. ഓക്കെ. ഫിനാൻസ് കയറുമോ? 11 ഫിനാൻസ് കയറും. ഫിനാൻസ് എത്ര കയറും? ഒരു 85% വരെ ഫണ്ടിങ് കിട്ടും. ഓക്കെ. അപ്പോൾ വിഷ്ണു നമ്മൾ ചോദിക്കുന്ന പ്രൈസെല്ലാം നെഗോഷ്യബിൾ ആണല്ലോ? അതെ അതെ അതെ. വിഷ്ണു ബ്രോ നമ്മുടെ ഓൾട്ടോ ഐറ്റൻ്റെ അത്യാവശ്യം നല്ല കളക്ഷൻ കിടപ്പുണ്ടല്ലേ? അതെ. ഓക്കെ. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്ത് കാണിക്കാം ഇതിൽ. ഓക്കെ. അപ്പോൾ നമുക്കിതിൽ ഏത് കാണിക്കാം? 2012 കാണിക്കാം. അല്ലാതെ തന്നെ ഏതൊക്കെ മോഡൽ കിടപ്പുണ്ട് ഇവിടെ? 13 കിടപ്പുണ്ട്. കാരണം ഇത് എല്ലാം കൂടി കാണിക്കാൻ 14 കിടപ്പുണ്ട്. ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട്. അപ്പോൾ എല്ലാം കൂടി കാണിക്കാം, സെലക്ട് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ നല്ല കളക്ഷൻ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഓൾട്ടോ ഐറ്റൻ്റെ ഉദ്ദേശം എത്ര വണ്ടി കിടപ്പുണ്ട് ഇവിടെ? ഏതാണ്ട് ഒരു 10 വണ്ടിയോളം. 10 ഓൾട്ടോ ഐറ്റൻ്റെ മാത്രമുണ്ട്. അപ്പോൾ അതിന് സെലക്ട് ഒരെണ്ണം കാണിക്കും. അപ്പോൾ 12 വണ്ടി എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? 12 വന്നിട്ട് LXI എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പ്. 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. പിന്നെ പവർ സ്റ്റിയറിംഗ്, AC, 2 ഡോർ പവർ വിൻഡോ. LXI അല്ലേ? അതെ. 2 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ്. അതെ. ഓക്കെ. അതുകൊണ്ട് ഇന്ത്യയുടെ കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ല, ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ മേജർ റീപ്ലേസ്മെൻറ്റ് ആക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഷോറൂം സർവീസ് തന്നെ അല്ലേ വണ്ടി? അതെ. സീറ്റ് കവറുണ്ട്, ആവറേജ് ക്വാളിറ്റി വരും, കുഴപ്പമില്ല. AC വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. എല്ലാം വർക്കിംഗ് ആണല്ലോ? അതെ അതെ. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇത് വരുമ്പം 2,10,000. 2.10 ആസ്കിംഗ് പ്രൈസ് അല്ലേ? അതെ. നെഗോഷ്യബിൾ ആണല്ലോ? അതെ. അപ്പോൾ ഫിനാൻസ് എങ്ങനെ വരും? ഫിനാൻസ് നമുക്ക് ഇതൊക്കെ ഒരു 2012 ഒരു 3 ഇയേഴ്സ് വരെ കിട്ടും. കിട്ടും. ഫണ്ടിങ് കൂടുതൽ കിട്ടും, 85% വരെ കിട്ടും. ഓക്കെ. പിന്നെ അടവ് കുറച്ച് കൂടുതലായിരിക്കും അല്ലേ? അതെ അതെ. നമ്മൾ മാക്സിമം ഫണ്ട് കൂട്ടി അടയ്ക്കുവാണെങ്കിൽ അതെ കുറച്ച് EMI കുറഞ്ഞു കിട്ടും. അതെ ചേട്ടൻ. അതെ. ഇത് വന്നിട്ട് 2014 വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്. പെട്രോൾ വണ്ടിയല്ലേ? പെട്രോൾ വണ്ടി. മാഗ്ന എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ? മാനുവലാണ്. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ വന്നിട്ട് 66,000 കിലോമീറ്റർ. ഓണർഷിപ്പ് വന്നിട്ട് സിംഗിൾ ആണ് വരുന്നത്. ഓണർഷിപ്പിനാണ് അല്ലേ? അതെ അതെ. 1.2 മാഗ്ന. അതെ. ടയർ കണ്ടീഷൻ എബോ 70% ഉണ്ടല്ലേ? ഉണ്ട്. വേറെ മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല 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 ഇല്ല. ഓക്കെ. ഇന്ത്യയുടെ കണ്ടീഷൻ സീറ്റ് ഫാബ്രിക് ആണ്, റിയർ AC കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? ഉണ്ട്. ഓക്കെ. ഓക്കെ. ഇന്ത്യൻ കണ്ടീഷൻ കൊള്ളാം. 4 ഡോർ പവർ ഉണ്ട്, AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇത് വന്നിട്ട് 3.15 വരുന്നത്. 3.15. അതെ. ഓക്കെ. ഇത് ആസ്കിംഗ് പ്രൈസ് അല്ലേ? നെഗോഷ്യബിൾ ആയിരിക്കും അല്ലേ? അതെ അതെ, നെഗോഷ്യബിൾ ആണ്. ഓക്കെ. പിന്നെ ഫിനാൻസ് എങ്ങനെ വരും? ഫിനാൻസ് നമുക്ക് 4 ഇയേഴ്സ് വരെ നമുക്ക് ഫിനാൻസ് കിട്ടും. 4 വർഷം 85% വരെ ഫണ്ടിങ് കിട്ടും. വിഷ്ണു, അടുത്ത വണ്ടി ഓൾട്ടോ ഐറ്റൻ്റെ? അതെ. ഇത് വന്നിട്ട് 2013 വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്. 49,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. LXI എന്ന് പറഞ്ഞ വേരിയൻറ്റ്. 2 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC. ഓക്കെ. ഇത് ഷോറൂം സർവീസ് വണ്ടി തന്നെയാണോ? അതെ അതെ. റീപ്ലേസ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല, ഒന്നുമില്ല. ഓക്കെ. ഇത് ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണോ? അതെ അതെ. ഇപ്പോൾ ഓൾട്ടോ ഐറ്റൻ്റെ LXI. ഇന്ത്യയുടെ കണ്ടീഷൻ നീറ്റാണ്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, വെൽ മെയിൻറ്റഡ് ആണ്. ഒരു 10 ഫുട്ടിൻ്റെ സ്റ്റീരിയോ ഇരിപ്പുണ്ട്. 2 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് അല്ലേ? അതെ അതെ. എല്ലാം വർക്കിംഗ് ആണല്ലോ? അതെ അതെ. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല, ലൈസൻസറി ഒന്നുമില്ല? ഇല്ല. ഓക്കെ. ടയർ കണ്ടീഷൻ അത്യാവശ്യം 70% ടയർ ഉണ്ട്. ഓൾമോസ്റ്റ് പുതിയതെന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? 2.35. 2.35. ആസ്കിംഗ് പ്രൈസ് അല്ലേ? അതെ. നെഗോഷ്യബിൾ ആണല്ലോ? അതെ. ഫിനാൻസ് എങ്ങനെ വരും? ഫിനാൻസ് നമുക്ക് ഒരു 3.5 വർഷം കിട്ടും. അപ്പം 85% ഫണ്ട് കിട്ടുമല്ലേ? അതെ. അപ്പോൾ അടുത്ത വണ്ടി ഗ്ലാൻസാ. എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് വന്നിട്ട് 2019 വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 14,000 കിലോമീറ്റർ. ഹൈബ്രിഡ് ആണ് ഇത്. ഹൈബ്രിഡ് ആണല്ലേ? അതെ അതെ. പെട്രോൾ മാനുവൽ, ഹൈബ്രിഡ്. ഓക്കെ. G ആണ് വേരിയൻ്റ് വരുന്നത്. വേറെ റീപ്ലേസ്മെൻറ്റ് ആക്സിഡൻറ്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഒന്നുമില്ലല്ലോ. കമ്പനി ടയറാണ് വരുന്നത്. ടയർ കണ്ടീഷൻ ഓൾമോസ്റ്റ് 70% ടയർ കണ്ടീഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ കണ്ടീഷൻ നീറ്റാണ്. സീറ്റ് കവറുണ്ട്, ഫ്ലോർ മാറ്റ് കിടപ്പുണ്ട്. ഇത് നമ്മൾ ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെ വരുന്ന വേരിയൻ്റാണ്. G അല്ലേ വേരിയൻറ്റ്? G വേരിയൻറ്റ്. G ആകുമ്പോൾ ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോ, ഓട്ടോമാറ്റിക് AC വരുന്നു, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്, മിറർ അഡ്ജസ്റ്റ്, 4 ഡോർ പവർ വിൻഡോ, അതിൽ അത്യാവശ്യം വേണ്ട എല്ലാം വരുന്നുണ്ട്. ലെയർ ബാഗ്, ഡ്യുവൽ എയർ ബാഗ് എല്ലാം വരുന്നുണ്ട്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്. അപ്പോൾ വേണ്ട ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. അതെ. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇത് പ്രൈസ് വന്നിട്ട് 695 ആണ് വരുന്നത്. 695. അതെ. ആസ്കിംഗ് പ്രൈസ് അല്ലേ? അതെ. നെഗോഷ്യബിൾ ആണല്ലോ? അതെ. ഫിനാൻസ് അപ്പോൾ എങ്ങനെ വരും? ഫിനാൻസ് നമുക്ക് ഇത് 5 ഇയേഴ്സ് കിട്ടും. 85% വരെ ഫണ്ടിങ് ഉണ്ട്. കിട്ടും. നമ്മൾ ബ്രോ അപ്പോൾ അടവേ നമ്മുടെ പെർ ലാക്കിന് എത്ര? 2,650? പെർ ലാക്ക് വന്നിട്ട് 2,300 വെച്ചിട്ട് ആ റേഞ്ച് വരും അല്ലേ? ആ റേഞ്ച്. അപ്പോൾ അടുത്ത വേണ്ടി സാൻഡ്രോ? അതെ. 2019 മോഡൽ. സിംഗിൾ ഓണർഷിപ്പാണ്. 78,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലേ? അതെ അതെ. ടയർ കണ്ടീഷനെല്ലാം ടയർ കണ്ടീഷൻ എല്ലാം ഒരു 70% ടയർ കണ്ടീഷനാണ്. ഓക്കെ. ടോപ്പിൻ്റെ വണ്ടിയാണല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടിയല്ലേ?
ഇതിൻ്റെ കണ്ടീഷൻ നീറ്റാണ്. സീറ്റ് AC വെൻ്റെല്ലാം വരുന്നുണ്ട്. അല്ല ഫുൾ ഓപ്ഷൻ വണ്ടിയിലെന്ന് ചോദിച്ചു. അതെ അതെ അതെ. ഫുൾ ഓപ്ഷൻ ആകുമ്പോഴത്തേക്ക് നമ്മൾ ബോഡി കളർ ഇന്ത്യനിൽ കുറച്ച് വരുന്നുണ്ട്. 4 പവറിൻ്റെ AC പോസ്റ്റിംഗ്, ഇൻബിൽറ്റ് സ്റ്റീരിയോ, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, ജസ്റ്റ് റിവേഴ്സ് ക്യാമറ എല്ലാം വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഹ്യുണ്ടായി സാൻഡ്രോ ടോപ്പ് വണ്ടി മാനുവൽ പെട്രോൾ അല്ലേ? അതെ അതെ. 1.1 4 സിലിണ്ടർ. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് വന്നിട്ട് 360 വരുന്നത്. 360. ഓക്കെ. നെഗോഷ്യബിൾ ആണല്ലോ? അതെ അതെ. ഓക്കെ. ഫിനാൻസ് അപ്പോൾ എങ്ങനെ വരും? ഫിനാൻസ് നമുക്ക് ഇത് ഒരു 5 years വരെ കിട്ടും. അപ്പോൾ അടുത്ത വണ്ടി സ്വിഫ്റ്റ് 2018 മോഡലാണ്. ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെ പറഞ്ഞ തേർഡ് വേരിയൻറ്റ് ZXi എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. ZXi. അതെ. ഓണർഷിപ്പ് കിലോമീറ്റർ? സിംഗിൾ ഓണർഷിപ്പ്, 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെൻറ്റ് ആക്സിഡൻസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അലോയ്സൊക്കെ ഇൻബിൽറ്റ് വരുന്നതല്ലേ? അതെ, കമ്പനി വരുന്ന. അതെ. അപ്പോൾ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. അവരുടെ ഡെൻഡോ സ്ക്രാച്ചസ് കാര്യമൊന്നും കാണുന്നില്ല. ടയർ കണ്ടീഷൻ എന്തായാലും 70% ടയർ ഉണ്ടല്ലേ? അതെ അതെ. ഓക്കെ. പിന്നെ ഇൻറ്റീരിയർ നോക്കുമ്പോഴത്തേക്കും സീറ്റ് കവറുണ്ട്. അത് വെൽ മെയിൻറ്റൈൻഡ് ആണ്. നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്, 4 പവർ ഉണ്ട്, പുഷ് സ്റ്റാർട്ട്, കീലെസ് എൻട്രി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയല്ലേ? ഫീച്ചേഴ്സ് എല്ലാം വരുന്ന വണ്ടിയാണ്. അപ്പോൾ എങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് വന്നിട്ട് 6 ലക്ഷം രൂപ വരുന്നത്. 6 ലക്ഷം രൂപ ആസ്കിംഗ് പ്രൈസ് അല്ലേ? അതെ അതെ. നെഗോഷ്യബിൾ ആണല്ലോ? അതെ. ഫിനാൻസ് അപ്പോൾ എങ്ങനെ വരും? ഫിനാൻസ് നമുക്ക് 85% വരെ ഫണ്ടിങ് കിട്ടും. 5 years വരെ ഫിനാൻസ് കിട്ടും. 5 years കിട്ടും. അപ്പോൾ അടുത്ത വണ്ടി എക്സ്പ്രസോ. ഇത് എക്സ്പ്രസോ VXi ആണ്. 2020 മോഡൽ. 20 വണ്ടി. സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പാണോ? അതെ അതെ അതെ. കിലോമീറ്റർ വന്നിട്ട് 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. VXi എന്ന് പറഞ്ഞ വേരിയൻ്റ്. റീപ്ലേസ്മെൻറ്റ് ആക്സിഡൻറ്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ. വണ്ടി ബോഡി ക്വാളിറ്റി ഓക്കെ. ടയർ കണ്ടീഷൻ എബോവ് 60 to 70% ഉണ്ട്. ഇതിൻ്റെ കണ്ടീഷൻ നീറ്റാണ്. സീറ്റ് ഫാബ്രിക് അല്ലേ? അതെ അതെ. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, 2 പവർ ഉണ്ട്, സിംഗിൾ എയർ ബാഗ് അല്ലേ? അതെ. സിംഗിളാണ് വരുന്നത്. സിംഗിൾ എയർ ബാഗിലാണ് വരുന്നത്. അതെ. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ്? ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 390 പ്രൈസ് വരുന്നത്. ആസ്കിംഗ് പ്രൈസ്? അതെ അതെ. നെഗോഷ്യബിൾ ആയിരിക്കുമല്ലോ? അതെ അതെ. ഫിനാൻസ് അപ്പോൾ എങ്ങനെ വരും? ഫിനാൻസ് നമുക്ക് ഇപ്പം 2020 അല്ലേ? 6 years വരെ ചെയ്യാം. 6 വർഷം. അപ്പോൾ അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസയർ അല്ലേ? ഇത് വന്നിട്ട് 2015 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, 6,500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 6,500 കിലോമീറ്ററോ? അതെ അതെ. 20 കിലോമീറ്റർ ആണോ? 20 കിലോമീറ്റർ. ഓക്കെ. അപ്പോൾ ടയർ എന്നാലും പുതിയ ഇട്ടായിരുന്നു അല്ലേ? അതെ അതെ. ഓക്കെ. വേറെ റീപ്ലേസ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. സർവീസ് കമ്പനി സർവീസ് തന്നെയാണോ? ഹിസ്റ്ററി ഉള്ള വണ്ടിയാണോ? കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അപ്പോൾ കറക്റ്റ് ആയിരിക്കുമല്ലേ? അതെ അതെ അതെ. കിലോമീറ്റർ. ഓക്കെ. വണ്ടിയുടെ ഇന്ത്യയിലൊക്കെ നീറ്റ് കണ്ടീഷൻ ഇരിപ്പുണ്ട് കേട്ടോ. അതിനകത്ത് 4 പവറിൻ്റെ വരുന്നുണ്ട്, AC വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. VXi വണ്ടി. പക്ഷേ വണ്ടി നീറ്റായിട്ട് ഇരിപ്പുണ്ടല്ലേ? അല്ലേ, നീറ്റ് കണ്ടീഷൻ വണ്ടിയാണ്. അപ്പോൾ എത്രയ്ക്ക് കൊടുക്കാം നമുക്ക് ഈ വണ്ടി? ഇത് നമ്മൾ 470. ആസ്കിംഗ് പ്രൈസ്? അതെ. പ്രൈസ് നെഗോഷ്യബിൾ ആണല്ലോ? ഫിനാൻസ് അപ്പോൾ എങ്ങനെ വരും? ഫിനാൻസ് നമുക്കൊരു 5 years വരെ കിട്ടും. ശരി. അപ്പോൾ അടുത്ത വണ്ടി സെലേരിയോ. അതെ അതെ. എങ്ങനെയാണ്? 2019 മോഡൽ, ZXi പ്ലസ് ഓട്ടോമാറ്റിക് ആണ്. ഓപ്ഷണൽ എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. ടോപ്പിൻ്റെ വണ്ടി അല്ലേ? അതെ. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ വന്നിട്ട് 39,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്ര കിലോമീറ്റർ? 39,000. 39,000 കിലോമീറ്റർ. അതെ. ഓക്കെ. ഇത് ടോപ്പിൻ്റെ വണ്ടിയാണ്. സീറ്റ് കവറുണ്ട്, വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട് അല്ലേ? സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്, സ്റ്റിയറിംഗ് ടിൽറ്റ് ആണ് വരുന്നത്. സ്റ്റിയറിംഗ്. ഓക്കെ. ടോപ്പിൻ്റെ വണ്ടി എല്ലാ ഫീച്ചറും വരുന്നുണ്ട് അത്യാവശ്യം വേണ്ട. സെലേരിയോ ആകുമ്പോൾ മൈലേജ് വന്നിട്ട് ഒരു 22 മൈലേജ് കിട്ടൂലേ? 22 മൈലേജ് കിട്ടും. പിന്നെ ഇത് ഈ 100-ൽ 15-20 വണ്ടി ഇറങ്ങിയിട്ടുള്ളൂ ഈ ഓപ്ഷനിൽ എന്ന് പറഞ്ഞ വേരിയൻ്റ് വണ്ടി അല്ലേ? ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ്? ഇത് പ്രൈസ് വന്നിട്ട് 465 വരുന്നത്. 465. ഫിനാൻസ് അപ്പോൾ എങ്ങനെ വരും? ഫിനാൻസ് നമുക്ക് 5 years വരെ കിട്ടും. ഓക്കെ. ശരി. വിഷ്ണു, വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ? വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം കുറേ വണ്ടികൾ കുഴപ്പമുണ്ട്. നമ്മൾ കുറച്ച് വണ്ടികളെ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ബാക്കി അറിയാനായിട്ട് നിങ്ങളെ വിളിച്ചാൽ മതി അല്ലേ? അതെ. സ്വിഫ്റ്റ് കിടപ്പുണ്ട്, ഡിസയർ കിടപ്പുണ്ട്, സെലീരിയോ ഒരുപാട് വണ്ടി കിടപ്പുണ്ട്, ഇഗ്നിസ് കാര്യങ്ങൾ ഒരുപാട് വണ്ടി കിടപ്പുണ്ട്. ഈ മാസം ചെറിയ വണ്ടികളും വരുന്നുണ്ട് നമുക്ക്. ഇനി വണ്ടി വരുന്നുണ്ട്. വണ്ടി 1 ലക്ഷം ബഡ്ജറ്റിനകത്തുള്ള വണ്ടികൾ വരുന്നുണ്ട്. ഓക്കെ. ശരി. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ശരി.